ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആദ്രമായ സ്വാഗതം വണക്കം. അപ്പം വീണ്ടും പതിവ് പോലെ കുറച്ച് മൂവീസ് അപ്ഡേറ്റുകളൊക്കെ ഇടയിൽ വന്നിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യത്തെ അപ്ഡേറ്റിലോട്ട് കിടക്കാം. കുറച്ച് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്ത പുതിയ ചിത്രമായ ഹനുമാൻ 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുള്ള ഒരു പടമായിരുന്നു. ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആശംസകൾ. അതുപോലെ തന്നെ അരുൺ മതീശ്വരൻ സംവിധാനം ചെയ്ത് നമ്മുടെ ധനുഷ് നായനായിട്ടുള്ള പുതിയ ചിത്രമായ ക്യാപ്റ്റൻ മില്ലറും 50 കോടി കടന്നിരിക്കുകയാണ്. നല്ല ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. കഥയൊക്കെ പഴയ രീതിയിലൊക്കെ ആണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ടാണ് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ. അപ്പം ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിനും ആശംസകൾ. ഷൈൻ ടോമിനെ നായനാക്കി നമ്മുടെ കമൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് വിവേകാനന്ദൻ. വൈറലാണ്. ചിത്രത്തിന് ട്രെയിലറൊക്കെ ഇറങ്ങി നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു നല്ലൊരു പ്രതികരണമാണ് ചിത്രത്തിൽ ട്രെയിലറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ചിത്രം ജനുവരി 19 റിലീസ് ചെയ്യുകയാണ്. ഗ്രേസ് ആൻ്റണി, സ്വാസിക ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഈ ചിത്രവും ജനുവരി 19 റിലീസ് ചെയ്യുകയാണ്. ഈ ചിത്രം ഗംഭീര വിജയമാകട്ടെ നമുക്ക് ആശംസിക്കാം. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം. സംവിധാനം ചെയ്യുന്നത് വിപിൻ ദാസ് ആണ്. ജയ 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 എന്ന ചിത്രത്തിന് ശേഷം വിപിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഈ ചിത്രം ഒരു ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് ആയിട്ട് ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. വളരെ നല്ല രസമുള്ള ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഈ ചിത്രം മാർച്ച് അവസാനം റിലീസ് ചെയ്യാനാണ് പ്ലാനൊക്കെ ചെയ്തിരിക്കുന്നത്. മാർച്ച് അവസാനം പൊളിക്കട്ടെ. ഗംഭീരമായിട്ട് ഒരു ഉത്സവകാല ചിത്രമാണ്. വിഷുവിന് ഇറക്കുന്നതായിരുന്നു കുറച്ചും കൂടെ കറക്റ്റ്. ഒരു വിഷു അടുപ്പിച്ചിറക്കുന്ന ചിലപ്പം ആ സമയത്തായിരിക്കും. പക്ഷെ വിഷുവിന് അടുപ്പിച്ചതിനെ വേറെ കുറേ പടങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് മാർച്ച് അവസാനത്തോട് മാറ്റിയത്. എന്തായാലും ഒരു ബേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു തെങ്കാശി പട്ടണം ഗോഡ് ഫാദറൊക്കെ മോഡല് ഒരു കല്യാണം നടത്തുന്ന അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ആ രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കുമെന്നാണ് ബേസിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചിത്രം ഗംഭീരമാകട്ടെ. അതുപോലെ തന്നെ ഈ വർഷം റിലീസ് ചെയ്ത നമ്മുടെ ശിവകാർത്തികേയൻ്റെ ചിത്രമാണ് അയലാൻ. ചിത്രം മിക്സഡ് റിവ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ 50 കോടി ക്ലബിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന് 2ാം ഭാഗം ഉണ്ടാകുമെന്നാണ് ശിവകാർത്തികൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം അയലാന് ഉണ്ടായ ചെറിയ പോരായ്മകളൊക്കെ നികത്തി നല്ല രീതിയിലായിരിക്കും അയലാൻ 2 എടുക്കുന്നത് എന്നും പറയുന്നുണ്ട് നമ്മുടെ ശിവകാർത്തികേയൻ. എന്തായാലും ഈ ചിത്രം വെയിറ്റ് ചെയ്യാം, ഗംഭീരമാകട്ടെ. അയലാൻ്റെ കുറച്ച് ഈ ഒരു മിക്സ്ഡ് റിവ്യൂ ഒക്കെ മാറ്റി പോസിറ്റീവ് റിവ്യൂ ഉണ്ടാക്കാൻ അയലാൻ 2 കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മലൈക്കോട്ട വാലിബൻ ലാലേട്ടൻ നായനായിട്ടുള്ള ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി 25 റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ചിത്രത്തിന് 2 ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. റൂമറാണോ ഒന്നും ഒരു പിടുത്തമില്ല. 2 ഭാഗങ്ങൾ കാണുമെന്നാണ്. അതുപോലെ തന്നെ ചിത്രം ഡ്യൂറേഷൻ, അതായത് മലൈക്കോട്ട വാലിബൻ്റെ ഡ്യൂറേഷനൊക്കെ 2 മണിക്കൂർ ഇച്ചിരി ഉള്ളെന്നാണ്. ചിലർ പറയുന്നത് 2.25 മണിക്കൂർ ഉണ്ടെന്നൊക്കെ പറയുന്നുമുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ തന്നെ വളരെ സാധാരണ ഒരു മാസ് പടത്തിനെ അപേക്ഷിച്ച് ഡ്യൂറേഷൻ കുറവാണെന്നും, എനിക്ക് 2.25 മണിക്കൂർ, അതായത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മിക്ക പടങ്ങളും ഡ്യൂറേഷൻ കുറവല്ല, 2 മണിക്കൂർ, എനിക്ക് ഒരു കഷ്ടിച്ച് 2 മണിക്കൂർ കൂടുതൽ കിട്ടും എന്നൊക്കെ രീതിയിലുള്ള പടങ്ങളായിരുന്നു കൂടുതലും ലിജോ ജോസ് പല്ലിശ്ശേരി നടത്തിക്കൊണ്ടിരുന്നത്. ഇത് സെയിം 2 മണിക്കൂറാണെന്നും അല്ലെങ്കിൽ 2.25 മണിക്കൂർ ആണെന്നൊക്കെ ഒരു റിപ്പോർട്ടുകൾ പോലെ വരുന്നുണ്ട്. എന്തായാലും ഇത് തിയേറ്ററിൽ നമുക്ക് 2 മണിക്കൂറായാലും 2.25 മണിക്കൂറായാലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് മടുപ്പ് കൂടാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യും. എന്തായാലും 2ാമത്തെ പാർട്ട് ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങണ്ട. നമുക്ക് അതിനെക്കുറിച്ച് ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിന് 2ാം പാർട്ട് കാണുമോ, അല്ലെങ്കിൽ 2ാം പാർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് എക്സൈറ്റ്മെൻറ്റോട് കാണാൻ പറ്റുന്ന, എനിക്ക് ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഒരു ഫസ്റ്റ് പാർട്ട് തന്നൊരു 2ാം പാർട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇല്ല ബാഹുബലിയും KGF ഒക്കെ പോലെ ഇതും കാണാൻ ഇൻട്രസ്റ്റ് തോന്നും. അല്ലാതെ ചുമ്മാ ഒരു തട്ടിക്കൂട്ട് പോലെ 2ാം ഭാഗം എടുക്കാൻ ലിജോ ജോസ് പല്ലിശ്ശേരി അങ്ങനെ മണ്ടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് 2ാം ഭാഗം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ മൂവീസ് അപ്ഡേറ്റുകളൊക്കെ. ഓക്കെ, ബൈ.